ജീവനക്കാർക്ക് ഇതുപോലെ ആനുകൂല്യം കൊടുത്തൊരു കാലം ഉണ്ടായി. പിന്നെ പെട്ടെന്ന് വന്നിട്ട് എല്ലാവർക്കും ഒന്നാം തീയതി ശമ്പളം കൊടുക്കും എന്ന് ഞാനത് പറയുന്നില്ല, കഴിഞ്ഞ മാസമേ പറഞ്ഞത്. അതിന് ഇവർ സമരം ചെയ്യേണ്ട കാര്യമുണ്ട്. എന്തിനാണ് തൊഴിലാളികളെ വഴിതെറ്റിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പണിമുടക്കിൽ പങ്കെടുക്കരുതെന്നാണ് എല്ലാ ജീവനക്കാരോടും എനിക്ക് പറയാനുള്ളത്. പണിമുടക്ക് ദോഷം ചെയ്യുന്നത് സർക്കാരിനോ എനിക്കോ ഒന്നുമല്ല, KSRTCക്കും അവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജീവനക്കാർക്കും തന്നെയാണ്. നമ്മളെ തന്നെ നശിപ്പിക്കുന്ന പരിപാടികൾക്ക് ആരോടും കൂട്ടുവയ്ക്കാൻ പറ്റില്ല. എന്ത് രാഷ്ട്രീയമായാലും ശരിയാണ്. ജീവനക്കാരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയമൊക്കെ മറന്നു വയ്ക്കുക. KSRTC ആത്മാർത്ഥയുടെ ജോലി ചെയ്യുക. ജോലി ചെയ്തത് കൊണ്ട് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് KSRTC അതിൻ്റെ വരുമാനം വർദ്ധിക്കും. KSRTCയുടെ ചിലവ് ഞാൻ കുറയ്ക്കും. എല്ലാ തരത്തിലും ചിലവ് കുറയ്ക്കും. പരമാവധി KSRTC ചിലവ് കുറയ്ക്കും. ചിലവ് കുറച്ചുകൊണ്ട് KSRTC കിട്ടുന്ന എല്ലാ ഇതുവരെ ഈ ഒരു വർഷത്തിനകത്ത് വന്ന എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ജീവനക്കാർ കൈമാറുകയാണ്. കാരണം പുതിയ വണ്ടി പോലും വാങ്ങിച്ചില്ല. ആലോചിക്കണം, പുതിയ വണ്ടി വാങ്ങിക്കാൻ സർക്കാർ ഇപ്പോൾ 63 കോടി രൂപ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ എല്ലാ സഹായവും ചെയ്യുന്നു. മാസ ശമ്പളത്തിന് സഹായിക്കുന്നു. പെൻഷൻ പൂർണ്ണമായും സർക്കാർ കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുമ്പോഴും വീണ്ടും ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സമരത്തിലേക്ക് കൊണ്ട് ഒരു പണിമുടക്കിനെ പറ്റിയ ആരോഗ്യം KSRTCക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക. നമുക്ക് രക്ഷപ്പെടാനുള്ള 18 മാസങ്ങളായി 2-3 പീസായിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അത് ഒരുമിച്ച് കിട്ടാൻ തുടങ്ങി. അത് കിട്ടാൻ തുടങ്ങുന്നതിൻ്റെ ഇന്ന് രാവിലെ 10 മണിക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതേ സംഘടന ആ ദിവസം രാവിലെ പ്രകടനം നടത്തി. 10 മണിക്ക് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു. ബാങ്ക് ഓപ്പൺ ചെയ്ത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 10 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് സമരം നടത്തി. ഉറപ്പൊന്നും അവരോട് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഉറപ്പും ആരോടും പറഞ്ഞിട്ടില്ല. ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് മന്ത്രിസ്ഥാനം ചുമതലയേറ്റപ്പോൾ അദ്ദേഹം എന്നെ നിർദ്ദേശിച്ചു, നമുക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം. 1-ാം തീയതി തന്നെ കൊടുക്കാൻ പറ്റിയ 1-ാം തീയതി തന്നെ കൊടുക്കണം. അതിന് ഗണേഷ് കുമാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാൻ പിന്നെ CM-ന്റെ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം പരിപൂർണമായ പിന്തുണ തന്നു. ഞാൻ 1-ാം തീയതി ശമ്പളം, ആദ്യത്തെ ശമ്പളം 15-ാം തീയതി കഴിഞ്ഞ് കിട്ടും. അടുത്ത ശമ്പളം അടുത്ത മാസം 10-ാം തീയതി കഴിഞ്ഞ് കിട്ടും. അതിൽ നിന്ന് മാറി ഒരു 15-ാം തീയതി 16-ാം തീയതിക്ക് മുമ്പേ ഒരുമിച്ച് ശമ്പളം കിട്ടുന്നത് നല്ലതല്ലേ? പിന്നെ ഏതാണ് സാധിച്ചു കൊടുക്കാത്ത കാര്യം? അവർ ആവശ്യപ്പെടുന്ന ഒരു 10-150 പേരുടെ സ്ഥലം മാറ്റം ചോദിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ ഇവരാരും ഒന്നും ചോദിച്ചിട്ടില്ല. ഈ സംഘടന ഒരു ചോദ്യം ചോദിച്ചില്ല. അവരുടെ കുറേ നേതാക്കന്മാർക്ക് ഒരു 10-150 പേർക്ക് സ്ഥലം മാറ്റം കൊടുക്കാനുള്ള പറഞ്ഞാൽ അത് പറ്റില്ല. ഇനി വേക്കൻസി ഉള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം. കാരണം മന്ത്രി പറഞ്ഞെന്നും പറഞ്ഞ് ഓരോരുത്തർ സ്ഥലം മാറ്റും. ഒരു ഉദാഹരണത്തിന് ഒരിടത്തൊരു പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റുണ്ട്. മന്ത്രി പറഞ്ഞ് 3 പേര് അവിടെ പോയിരിക്കുക. അങ്ങനെ ഇനി KSRTCയിൽ ഇല്ല. ഇവിടെ ഇതിരയിൽ ഡ്രൈവറുടെ ഒഴിവുണ്ടോ? ഡ്രൈവറെ കൊടുക്കും. കണ്ടക്ടർ ഒഴിവുണ്ടോ? കണ്ടക്ടറെ കൊടുക്കും. അങ്ങനെ മാത്രം സ്ഥലം മാറ്റം ചെയ്യാവുമെന്ന് കൃത്യമായി ആ മാനദണ്ഡം പാലിച്ച് ചെയ്യാവുന്ന KSRTCയുടെ CMDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പറയുന്ന എല്ലാ കാര്യവും ഒന്നും അനുസരിക്കാൻ പറ്റുന്നില്ല. ഏതാ KSRTC ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു CMD വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അത് നടത്തിക്കൊണ്ടുപോകും. നമ്മളെല്ലാത്തിലും കയറി ഇടപെടാം. ഉറപ്പ് യാതൊരു നിമിഷമില്ല. ഡയസ്നോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് ജീവനക്കാരെ തടസ്സപ്പെടുത്തിയാൽ നിയമപരമായ കർശനമായ നടപടി ഉണ്ടാകും. മറ്റ് ജീവനക്കാർ ജോലിക്ക് വരുമ്പോൾ അവരെ തടസ്സപ്പെടുത്തിയാൽ നിയമപരമായ കർശനമായ നടപടി ഉണ്ടാകും. അതിന് കേരളത്തിലെ DGPയോടും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. കർശനമായ പോലീസ് നടപടി, നിയമ നടപടികളുണ്ടാകും. എല്ലാം റെഡിയാണ്. എല്ലാ കാര്യം പകരം ജീവനക്കാരുണ്ട്. അതെല്ലാം നടക്കും. ഒരു പണിമുടക്ക് നടത്തി ആഗ്രഹം തീർക്കുന്നത് നല്ലത് തന്നെ. നേതാക്കന്മാർ ജീവനക്കാർ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു വാർത്ത കാണുമ്പോഴെങ്കിലും ജീവനക്കാർ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതുകൊണ്ട് യാതൊരു ലാഭവുമില്ല. നാളെ നിങ്ങൾ പണി മുടക്കിയാലും നിങ്ങൾ പണി മുടക്കിയില്ലെങ്കിലും എനിക്ക് ഒരു ലാഭമില്ല, നഷ്ടമല്ല. വ്യക്തിപരമായി സർക്കാരിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം അതിനകത്തില്ല. എനിക്ക് വ്യക്തിപരമായി യാതൊരു ലാഭവുമില്ല. പോയാൽ നഷ്ടം നിങ്ങൾക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിരിക്കുക. സ്വയമേവ പിന്മാറും. സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയവും എല്ലാം നല്ലത് തന്നെയാണ്. അത് എല്ലാവർക്കും വേണം. അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ടൊക്കെ ചെയ്യുക. പക്ഷെ എന്തിനാണ് ഈ സമരം? പൈസ ശമ്പളം ഒന്നിച്ച് മാറി തന്നതുകൊണ്ട്? അതോ ഞാൻ എന്തായാലും 1-ാം തീയതി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നത് അത് കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ സമരം? ഈ ബ്രൂവറി വിഷയത്തിലെ RJDക്ക് ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മുന്നണി യോഗം ഉടനെ ഉണ്ടാകുമോ? ചർച്ചയുണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പോൾ KSRTC കാര്യം ചോദിച്ചാൽ പറയാം. മറ്റേത് എന്റെ വിഷയമല്ല. കാർണർ വർഗീസുമായി ബന്ധപ്പെട്ട് താങ്കൾക്കെതിരെ ഒരു